ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിലെ വേൾഡ് കപ്പ് ജേതാക്കളായ അർജന്റീന അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് അർജന്റീനയാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം 2 സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട്. വെനസ്വേല അതുപോലെ തന്നെ പ്യൂട്ടോറിക്കോ എന്നിവരാണ് അവരുടെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഏതായാലും പുതിയ അഭിമുഖത്തിൽ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത്, അടുത്ത വേൾഡ് കപ്പിനുള്ള ടീം കണ്ടെത്തിയോ, അതല്ലെങ്കിൽ താരങ്ങളെ നിശ്ചയിച്ചു കഴിഞ്ഞോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ സ്കലോണി പറഞ്ഞത് താൻ അവസാന നിമിഷത്തിന് വരെ കാത്തിരിക്കുകയാണ് എന്നാണ്. അതായത് ഇനിയും ഒരുപാട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുണ്ട്, കൂടാതെ പല യുവതാരങ്ങളെയും തനിക്ക് നിരീക്ഷിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ താരങ്ങളെയൊന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല, വേൾഡ് കപ്പ് ടീമിനെ കണ്ടെത്തിയിട്ടില്ല. അവസാന നിമിഷം വരെ താൻ കാത്തിരിക്കും എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് സമയം അവശേഷിക്കുന്നുണ്ട്. ഈ ജേഴ്സിയുമായി നിങ്ങൾ എവിടെ കളിക്കുകയാണെങ്കിലും നിങ്ങളായിരിക്കും അവിടെ ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന്റെ അവസാന ആഴ്ചയിൽ ഞങ്ങൾക്ക് 2 താരങ്ങളെ നഷ്ടമായിരുന്നു. അത് ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ അവസാനം വരെ കാത്തിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. താരങ്ങൾ എങ്ങനെയാണ് എത്തുന്നത്, എല്ലാവരും ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ പരമാവധി കാത്തിരിക്കും. പൂർവാധികം ശക്തിയോടുകൂടി വേൾഡ് കപ്പിനെ സമീപിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ ഇനിയും ഒരുപാട് സമയം നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. കുറച്ച് സൗഹൃദ മത്സരങ്ങൾ ബാക്കിയുണ്ട്. മാത്രമല്ല, ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ചില യുവതാരങ്ങൾ ഉണ്ട്. അവരെയെല്ലാം ഞങ്ങൾക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത 2 സൗഹൃദ മത്സരങ്ങൾക്ക് ശേഷം നവംബർ മാസത്തിൽ നടക്കുന്ന സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി അർജന്റീന ദേശീയ ടീം കേരളത്തിലേക്ക് വരും എന്നത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ എതിരാളികൾ ആരാണ് എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.